വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ആദ്യമായിട്ട് ഒരു PSC എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അവരാദ്യമായിട്ട് ഈ ജൂനിയർ അക്കൗണ്ടന്റ് ആണ് എഴുതാൻ പോകുന്നത്. അങ്ങനെയുള്ള കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് മെയിനായിട്ട് ഈ സംശയം. ഓൾറെഡി PSC ഒക്കെ എഴുതി നല്ലോണം എങ്ങനെയാണ് PSC എക്സാമിന്റെ പാറ്റേൺ എന്നൊക്കെ അറിയുന്ന ആൾക്കാർക്ക് സംശയങ്ങൾ കുറവായിരിക്കും. ആദ്യമായിട്ട് എഴുതുന്നവർക്കാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ, എസ്പെഷ്യലി സബ്ജക്ട് ബേസ് ചെയ്തുള്ള PSC എഴുതുന്നവർക്കും സംശയങ്ങളുണ്ട്. സോ കുട്ടികൾ ചോദിക്കുന്നത്, ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരാറുണ്ടോ? വരികയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് PSC ചെയ്യാറ്? ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരാം. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ ജൂനിയർ അക്കൗണ്ടിൻ്റെ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യൂഷ്വലി PSC നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്. 10 മൊഡ്യൂളാണ് വരുന്നത്. 10 മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യേണ്ട കണ്ടൻസ്, ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവർ ഇടാറ്. ഇവൻ ദോ നമ്മൾ സിലബസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഒരു റെഡ് കളറിൽ 2-3 സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിൽ പറയുന്ന സിലബസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഇടണമെന്ന് നിർബന്ധമില്ല. അതുമാത്രമല്ല, ഈ പെർട്ടിക്കുലർ പോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എന്തെങ്കിലും അഡീഷണൽ ചോദ്യങ്ങൾ അവർ ഇടും ചെയ്യാം. അങ്ങനെ അവർ പറയുന്നുണ്ട്. ഇതിനേക്കാൾ മുമ്പും എക്സാമിന് എപ്പോഴും അവർ ഇടുന്നതാണ്, ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. ബട്ട് നമ്മുടെ എക്സാമിന് കാണാറ് ഈ സിലബസിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മിക്കതും, അതല്ലാത്ത ചോദ്യങ്ങൾ വരാറില്ല. ദെൻ ഇതല്ലാണ്ട് നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് ഒരു 5-6 കണ്ടൻസ് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഈ മാനേജറിയൽ എക്കണോമിക്സിൽ പറഞ്ഞ ഈ അടിയിൽ എഴുതിയുള്ള കണ്ടൻസ് അല്ലാണ്ട് ഈ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ 1-2 ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. മൊത്തത്തിൽ 100 ചോദ്യങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ അത് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് അങ്ങനത്തെ വരാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുമല്ലോ, അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അത് വളരെ ഫ്യൂ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 2-3 ചോദ്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ വരാറ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സ്മാർട്ടായിട്ടുള്ളൊരു അപ്രോച്ചിലോട്ട് പോകുമ്പോൾ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുക. അതല്ലാത്തത് നമ്മൾ നോക്കി നേരം കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറയാറുണ്ട്, 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യലല്ല നമ്മുടെ എയിം. അറിയുന്ന ഒരു 80 ചോദ്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിലോട്ട് കയറും. അറിയാത്തത് കുത്തരുത്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഔട്ട് ഓഫ് സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ. നമ്പർ 2, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ ഒരു ചോദ്യത്തിന് 2 ആൻസറുകൾ അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ചോദ്യം ഓക്കെ അല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ വരികയാണെങ്കിൽ പലപ്പോഴും കുട്ടികൾ കേസിന് പോകാറുണ്ട്. ആ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ബേസിൽ ലിസ്റ്റ് ഇടാറുണ്ട്. ഇത് പലപ്പോഴും കാണുന്നതാണ്. അത് കൂടുതലായി ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പോസ്റ്റ് കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. കുട്ടികൾ പലപ്പോഴും പല ചോദ്യങ്ങളും ക്യാൻസൽ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കാറുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ബേസിലാണ് അവർ ലിസ്റ്റ് ഇട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താണ്, ഔട്ട് ഓഫ് സിലബസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സ്റ്റേ വന്ന് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവാറുണ്ട്. അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ടെങ്കിൽ ദെൻ നമ്മുടെ കണ്ടൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് സബ്ജക്റ്റിൽ തന്നെയുള്ള ഏതെങ്കിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ 2-3 ഒക്കെ വരാം. അത് ഏത് വരാമെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. യൂഷ്വലി ഈ കണ്ടൻസിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മെജോറിറ്റി വരാറ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്തത്. ഇനി എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും.
നമ്മുടെ ഡെയിലി MCQs നോക്കുക, വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും, പ്രാക്ടീസ് ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.